ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് ബായിഷനെ തോൽപ്പിക്കുന്ന യാണിനെയാണ്. യാണിന് ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു ചിറകുണ്ട്. വെച്ച് പിടിപ്പിച്ച ചിറകല്ല, സ്വന്തമായി എല്ലിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്ത ചിറക്. ബായിഷാൻ്റെ അവസ്ഥ എന്താണെന്ന് കാണേണ്ടേ? നിലത്ത് കിടക്കുകയായിരുന്ന ബായിഷാൻ ദേഷ്യത്തോടെ എഴുന്നേൽക്കുന്നു. അവന് ഒരേ സമയം അതിശയവും ദേഷ്യവുമുണ്ട്. ഒരു ജൂനിയർ തന്നെ തോൽപ്പിച്ചു എന്ന നാണക്കേട് സഹിക്കാൻ കഴിയാതെ അവൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ബോബോ ഇപ്പോൾ ആ പരിപാടിയിൽ അത് അനൗൺസ് ചെയ്യുകയാണ്. ബായിഷാൻ സെക്റ്റിന്റെ കുത്തകയായ ഫെൻ തിയാൻ ട്രെയിനിങ് പ്ലേസിൽ നമുക്കിപ്പോൾ പ്രവേശനമുണ്ട്. സ്റ്റുഡൻസ് കൗൺസിൽ അവിടെ പ്രവേശിക്കുന്നതിന് ടിക്കറ്റ് വെച്ചിട്ടുണ്ട്. 998 തലിസ്മാൻ എനർജിക്കാണ് അത് വെച്ചിരിക്കുന്നത്. അത് വെറും തുച്ഛമായ വിലയാണ്, ആർക്കും നഷ്ടപ്പെടാനൊന്നുമില്ല. അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പ്രവേശനം ലഭിച്ചത് തന്നെ നമ്മുടെ വലിയ അനുഗ്രഹമാണ്. നന്ദി പറയേണ്ടത് യാണിനോടാണ്. ഇപ്പോൾ കാണിക്കുന്നത് ടെങ്ഷാൻ്റെ കൂടെ അണ്ടർഗ്രൗണ്ടിലേക്ക് വരുന്ന യാനെയാണ്. ടെങ്ഷാൻ പറയുകയാണ്, നിങ്ങളിപ്പോൾ അണ്ടർഗ്രൗണ്ടിൽ എത്തിയിരിക്കുന്നു, അതിനുള്ള അനുവാദം നീ നേടിയെടുത്തിരിക്കുന്നു. യാണാകട്ടെ ടെങ്ഷാന് നന്ദി പറയുന്നു. അപ്പോൾ ടെങ്ഷാൻ പറയുകയാണ്, എന്നോട് നന്ദി പറയണമെങ്കിൽ നീ എല്ലാവരെയും സഹായിക്കണം. അവിടെ വരുന്ന എല്ലാവരെയും സഹായിക്കണമെന്നാണ് ടെങ്ഷാൻ ഉദ്ദേശിച്ചത്. അതിനുശേഷം മെഡിറ്റേഷൻ ചെയ്യുവാൻ അവനെ ആ മുറിയിലേക്ക് കയറ്റുന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെടിയുമുണ്ട്. ആ പൂക്കൾ എങ്ങനെയാണ് പുഷ്പിച്ചതെന്ന് തന്നെ കാണിക്കുവാൻ ടെങ്ഷാൻ യാൻ്റെ അടുത്ത് അഭ്യർത്ഥിക്കുന്നു. യാൻ അത് നിലത്ത് വെച്ച് അതിന് തയ്യാറാകുന്നു. അവൻ ധ്യാനനിരതനായിരിക്കുമ്പോൾ ആ പൂവ് പതുക്കെ പതുക്കെ പുഷ്പിക്കാൻ തുടങ്ങുന്നു. പൂവ് പുഷ്പിക്കുമ്പോൾ യാൻ പറയുകയാണ്, അത് അടിയിൽ നിന്ന് വരുന്നതിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കുവാൻ സാധിക്കും. ഒരു പുതിയ ജനനം പോലെയാണ് അത്. ടെങ്ഷാൻ പറയുന്നു, അതെനിക്കറിയാം. ഞാൻ നിനക്ക് രഹസ്യമായ ഒരു ഉപദേശം തരാം. ഇത് ബോൺ സ്പിരിറ്റ് കോൾഡ് ഫയർ ആണ്. ഇതിനെക്കുറിച്ച് ഇവിടെയുള്ള പല ആളുകൾക്കും അറിയാം. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അത് അടിയിലേക്ക് പോയി എന്നാണ്. പക്ഷെ അത് തിരിച്ചു വരുന്നത് കാണുമ്പോൾ എനിക്ക് അതിശയം തോന്നുന്നു. നീ ഇതാരോടും പറയണ്ട. പോകുന്നതിന് മുമ്പ് യാണിനെ കുറിച്ച് ടെങ്ഷാൻ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. ഒരു പാവം മനുഷ്യൻ, പക്ഷെ അവൻ്റെ കഴിവ് കൊണ്ട് അവൻ കുറ്റക്കാരനാണ്. ഇനി ലോകത്തിന് സമാധാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ട് എന്ന് പറഞ്ഞ് ടെങ്ഷാൻ അവിടെ നിന്ന് പോവുകയാണ്. നിർഭാഗ്യവശാൽ ഇതെല്ലാം അകലെ നിന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഫെങ്. ഇപ്പോൾ ജനറൽ അസംബ്ലിയിൽ ടെങ്ഷാൻ സംസാരിക്കുകയാണ്. എല്ലാ വർഷവും ഒരു ആക്ടിവിറ്റി ഉണ്ട്. വേറൊന്നുമല്ല, മാജിക്കൽ മോൺസ്റ്റർ മൗണ്ടനിൽ പോകാൻ പോകുന്നു. സീനിയേഴ്സിന് ഇതിനെപ്പറ്റി അറിയാം. ഇപ്രാവശ്യം ഫസ്റ്റ് ഇയേഴ്സിനും അവിടെ പോകാൻ അനുവാദമുണ്ട്. ഫസ്റ്റ് ഇയേഴ്സും സീനിയേഴ്സും ഒരുമിച്ചാണ് അവിടേക്ക് പോകുന്നത്. ഹണ്ടിങ്ങിന് പോകാൻ ഞങ്ങൾക്കും സാധിക്കുമെന്ന് കാണുമ്പോൾ ഫസ്റ്റ് ഇയേഴ്സ് എല്ലാവരും മാർപ്പ് വിളിക്കുന്നു. എല്ലാവരും സുരക്ഷിതരായി തന്നെ തിരിച്ചു വരിക. അവിടെയുള്ള മോൺസ്റ്ററുടെ കയ്യിൽ നിന്ന് എല്ലാവർക്കും മാജിക്കൽ ക്രിസ്റ്റൽ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നുകൂടി സേഫ് ആയിട്ടിരിക്കാൻ പറയുന്നു. സ്വതന്ത്രമായിട്ടുള്ള ഒരു കിങ്ഡത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. മാജിക് മോൺസ്റ്റേഴ്സിന്റെ കിങ്ഡമാണ് അത്. അവരുടെ കൂടെ എല്ലാ മാസ്റ്റേഴ്സും ഉണ്ട്. ഒരു തെരുവിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. മാസ്റ്റേഴ്സ് പറയുകയാണ്, ഇവിടെ എല്ലാം വളരെ ചീപ്പാണ്, നിങ്ങൾ വാങ്ങാൻ നോക്കരുത്. എന്നാൽ അത് വല്ലതും കുട്ടികൾ കേൾക്കുന്നുണ്ടോ? അവരെല്ലാവരും കടയിലേക്ക് പാഞ്ഞു കയറുന്നു. യൻറാൻ കടയിലിരുന്ന് എന്തൊക്കെയോ നോക്കുന്നുണ്ട്. യാൻ എന്തൊക്കെയോ വാങ്ങുന്നു. വാള് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യൂണർ വന്ന് ചോദിക്കുകയാണ്, നീ അത് വാങ്ങാൻ പോകുകയാണോ? ഇല്ല, വാങ്ങുന്നില്ല, എനിക്ക് വേറെ വാളുണ്ട്. അതിനുശേഷം അവൾക്ക് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സമ്മാനം കൊടുക്കുന്നു. ആ സ്ട്രീറ്റ് കടന്നു കഴിയുമ്പോൾ ലിൻ മാസ്റ്റർ പെട്ടെന്ന് നിൽക്കുവാൻ പറഞ്ഞ് അവർക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം അത്രക്ക് സേഫ് അല്ല. മിനിറ്റിനനുസരിച്ച് ഈ കാട് മാറിക്കൊണ്ടിരിക്കും. നല്ല കാലാവസ്ഥയാണല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. ഇവിടെ അങ്ങനെ കാണും, പക്ഷെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ അങ്ങനെയല്ലായിരിക്കും. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ അവിടെ എപ്പോൾ വേണമെങ്കിലും കൊടുങ്കാറ്റുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും എന്നിൽ നിന്ന് വിട്ടുപോകാതെ എന്നോട് കൂടുതൽ അടുത്ത് നിൽക്കുക. വളരെ ഭയാനകത്വം സൃഷ്ടിക്കുന്ന കാടിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. പാമ്പുകളെയും ഒട്ടനവധി വിചിത്ര ജീവികളെയും കാണുവാൻ സാധിക്കുന്നുണ്ട്. മാസ്റ്റേഴ്സ് എല്ലാവരും ഉണ്ട് എന്ന് പറയുമ്പോൾ ഫെങ്ങിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഫെങ് ആണ് ഇപ്പോൾ നിർദ്ദേശം നൽകുന്നത്. ഫെങ് പറയുകയാണ്, കുറച്ച് മുൻകരുതലൊക്കെ വേണം. അതിനെക്കുറിച്ചൊക്കെ ലിന്ന് സംസാരിക്കും. ലിൻ മാസ്റ്റർ, ഇവിടെ വന്ന് സേഫ് ആകുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഇവരോട് പറയൂ. ഞാൻ ഇവിടെ ആകെ സുരക്ഷിതമാണോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫെങ് അവിടെ ചുറ്റി കാണാൻ പോകുന്നു. ഇതേ സമയം ലിൻ വന്ന് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. സുരക്ഷിതത്വത്തിന് വേണ്ടിയാണെന്ന് പറയുമെങ്കിലും പ്രത്യേകിച്ച് നിർദ്ദേശമൊന്നും ലിൻ മാസ്റ്റർ നൽകുന്നില്ല. ലിൻ മാസ്റ്റർ പറയുന്നത് ഇങ്ങനെയാണ്, സപ്ലൈ പോയിന്റ് ഇവിടെയാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പോയി കുഴിച്ചെടുത്തോളൂ. എല്ലാവരും ഉടനെ തന്നെ അതിനു വേണ്ടി കുതിക്കുന്നു. ഇപ്പോൾ അവിടെ യൻറാനും യാനും മാത്രമേ ഉള്ളൂ. അവർ പരസ്പരം കണ്ണും നോക്കുന്നു. യൂണർ അതൊരു പുച്ഛത്തോടെ നോക്കിയതിനു ശേഷം മുന്നോട്ട് നടക്കുന്നു. അല്പനേരം കഴിഞ്ഞ് യാനും മുന്നോട്ട് നടക്കുന്നു. യാണിന് അവളെ വലിയ കാര്യമൊന്നുമില്ല, എങ്കിലും ദേഷ്യമില്ലാത്തതുപോലെയാണ് പെരുമാറുന്നത്. തിയാനും ഷുവായും മറ്റു സ്റ്റുഡൻസും ചേർന്ന് ഒരു പെട്ടി കുഴിച്ചെടുക്കുന്നു. അതിൽ നിന്ന് കുറെ തുണികളും വസ്ത്രങ്ങളും കിട്ടുന്നു. ആരൊക്കെയോ ഇന്ന് നമുക്ക് ഇവിടെ ക്യാമ്പ് അടിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ലിൻ മാസ്റ്റർ പറയുന്നു, ഇതാണ് നമ്മുടെ സപ്ലൈ പോയിന്റ്. ഇന്ന് വൈകുന്നേരം എല്ലാവരും റെഡി ആയിട്ട് നിന്നോളണം. ഇപ്പോൾ രാത്രിയായിരിക്കുന്നു. എല്ലാവരും തീയൊക്കെ കത്തിച്ചാണ് നിൽക്കുന്നത്. തണുപ്പായതുകൊണ്ടായിരിക്കാം തിയാൻ നല്ല രീതിയിൽ വിറയ്ക്കുന്നുണ്ട്. യാണിന് തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല. അവൻ പാമ്പിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂണറിനും തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്.
തിയാൻ പറയുകയാണ്, ഇത് വളരെ വിചിത്രമായ കാട് തന്നെ. രാവിലെ ഭയങ്കര ചൂട്, രാത്രിയാണെങ്കിൽ പറയണ്ട എന്തൊരു തണുപ്പാണ്. യാൻ പറയുന്നു, പിന്നെ നീ ഇവിടെ കാഴ്ച കാണാൻ വന്നതാണോ? കഷ്ടപ്പെടുന്നതിനനുസരിച്ച് നമുക്ക് ഫലമുണ്ടാവുകയുള്ളൂ. ഒരുപാട് കഷ്ടപ്പെട്ടാൽ ഒരുപാട് ക്രിസ്റ്റൽ ഉണ്ടാക്കാം. തിയാൻ പറയുന്നു, നീ വളരെ സിമ്പിളായിട്ട് അത് പറയുന്നു. പക്ഷെ മോൺസ്റ്റേഴ്സിനെ കീഴടക്കുക എന്നത് അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ ഹൂജുവ പറയുന്നു, പിന്നെ അവയെ നമുക്ക് നിഷ്പ്രയാസം പരാജയപ്പെടുത്താം. അവർ മനുഷ്യരെക്കാളും സ്മാർട്ടാണോ? ഇതെല്ലാം കേട്ട് മാസ്റ്റർ ലിൻ അവിടെ എത്തിയിരുന്നു. മാസ്റ്റർ പറയുകയാണ്, സ്റ്റുഡന്റ് ഹൂജുവ, നിനക്ക് കാര്യത്തിന്റെ ഗൗരവം ശരിക്കും മനസ്സിലായിട്ടില്ല. ഫൈറ്റേഴ്സ് ആയിട്ടുള്ളവർ ഉപകാരപ്രദമായ ചെടികൾ ശേഖരിച്ച് മോൺസ്റ്റേഴ്സിനെ കൊല്ലുന്നു. അതിനുശേഷം ക്രിസ്റ്റൽ എടുക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാവരും അതിക്രമിച്ചു കയറുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി അവർ എന്തും തന്നെ ചെയ്യുവാൻ തയ്യാറായിരിക്കുകയായിരിക്കും. നമ്മുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ എന്തും ചെയ്യില്ലേ, അതേപോലെ തന്നെ. തിയാൻ ചോദിക്കുന്നു, മാസ്റ്റർ, ഈ മാജിക് ക്രിസ്റ്റൽ എന്താണ്? അത് മോൺസ്റ്റേഴ്സിന്റെ ഉള്ളിൽ മാത്രമുള്ള വസ്തുവാണ്. എല്ലാ മോൺസ്റ്റേഴ്സിനും ഇതുണ്ടാകില്ല, ചില ഘട്ടങ്ങളിലുള്ള മോൺസ്റ്റേഴ്സിന് മാത്രം. അതാണ് അവരെ മോൺസ്റ്റർ കിങ് ആക്കുന്നത്. അവരുടെ എല്ലാം തന്നെ ഉള്ളത് മാജിക്കൽ ക്രിസ്റ്റലിലാണ്. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും അത് അവർ സംരക്ഷിക്കാൻ ശ്രമിക്കും. ഈ ക്രിസ്റ്റൽ ഉപയോഗിച്ചാണ് അതിന്റെ പോപ്പുലേഷനും പൊസിഷനും അവർ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് മാജിക്കൽ ക്രിസ്റ്റൽ എടുക്കാൻ പോവുകയാണെങ്കിൽ ഒരു പോപ്പുലേഷൻ മുഴുവനായി നിങ്ങളെ ആക്രമിക്കും. നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് മെഡിസിന് വേണ്ടിയുള്ള ചില ഇൻഗ്രീഡിയൻസിന് വേണ്ടിയാണ്. ഇത് വളരെ വളരെ ഡേഞ്ചറസ് ആണ്. മുന്നറിയിപ്പില്ലാതെ ആരും എടുത്തു ചാടരുത്. യൂണർ യാണിനെ നോക്കുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ പാമ്പിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഒരു സ്റ്റുഡന്റ് ലിൻ മാസ്റ്ററിന്റെ അടുത്ത് വന്ന് പറയുകയാണ്, ഒരു സ്റ്റുഡന്റ് കുഴഞ്ഞു വീണിട്ടുണ്ട്. ലിൻ മാസ്റ്റർ ഓടി വന്ന് അവന്റെ അടുത്ത് ചോദിക്കുകയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ്, എന്തു പറ്റി? എൻട്രാൻ അവന് വെള്ളം കൊടുക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ഫെങ്ങും അവിടെ എത്തി കാര്യം എന്താണെന്ന് ചോദിക്കുന്നു. ഈ കുട്ടിക്ക് അസുഖമാണ്, പറ്റണില്ല. അവന്റെ ശരീരത്താകെ പിടിച്ചതിന് ശേഷം ഫെങ് പറയുകയാണ്, നിനക്ക് അസുഖമാണ്, നിനക്ക് ഞങ്ങളുടെ കൂടെ വരാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫെങ് ചില കുട്ടികളോട് പറയുകയാണ് അവനെ തിരിച്ചു കൊണ്ടുപോകൂ. എന്നാൽ അവൻ പറയുകയാണ്, ഇല്ല, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്, എനിക്കതിന് സാധിക്കും. ഫെങ് പറയുന്നു, വേണ്ട വേണ്ട, നീ ഈ സ്ഥിതിക്ക് വരികയാണെങ്കിൽ പോകുന്ന വഴിക്ക് നീ മരിക്കും. എന്നാൽ ഹാൻ ഫെങ്ങിന്റെ അടുത്ത് ഒരു റിക്വസ്റ്റ് നടത്തുന്നുണ്ട്, അവൻ നമ്മളെ കൂടെ പോന്നോട്ടെ, ഞങ്ങൾ ഇവനെ നോക്കിക്കോളാം. എന്നാൽ ഫെങ് സമ്മതിക്കുന്നില്ല. ഫെങ് പറയുകയാണ്, പോകുന്ന വഴിക്ക് അവസ്ഥ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, അവിടെ വളരെ ഡേഞ്ചറസ് ആണ്, വേറൊന്നും പറയണ്ട, അവന്റെ ജീവന ആപത്താണിത്. ഒരുപാട് വൈകിയിരിക്കുന്നു, എല്ലാവരും പോയി റെസ്റ്റ് ചെയ്യൂ. ഫെങ് കടന്നു പോകുമ്പോൾ യാൻ തന്റെ മോതിരം മറച്ചു വയ്ക്കുന്നുണ്ട്. ലിൻ മാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ കാട്ടിൽ ഇപ്പോൾ ശക്തമായ കാറ്റാണ്. ആ കാറ്റിൽപ്പെട്ട് പലർക്കും നടക്കാൻ സാധിക്കുന്നില്ല. അവശരായ ചിലർ വീണു പോകുന്നു. ലിൻ മാസ്റ്റർ അവനോട് തിരികെ പോകാൻ പറയുമ്പോൾ അവനും പറയുകയാണ്, എനിക്ക് കുഴപ്പമില്ല, ഞാനും വരുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ, നിങ്ങളുടെ ജീവന പ്രതിയാണ് ഞങ്ങൾ ഇതൊക്കെ പറയുന്നത്. അങ്ങനെ അവനെയും വിടുന്നു. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ തിയാൻ, ഷുവ അങ്ങനെ എല്ലാവരും അവശരാകുന്നു. യാണിന് വലിയ രീതിയിൽ പ്രശ്നമൊന്നുമില്ല. ബാക്കിയുള്ളവർ എല്ലാവരും തന്നെ അവശരായി കിടക്കുകയാണ്. എൻട്രാന് പോലും അല്പം ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അവരെ എല്ലാം ശക്തിപ്പെടുത്തിക്കൊണ്ട് ലിൻ മാസ്റ്റർ പറയുകയാണ്, ഗൈസ്, നിങ്ങൾക്ക് എന്തു പറ്റി? കുറച്ചുകൂടി ക്ഷമിച്ചു നിന്നാൽ മതി, നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തും. ഇരുട്ടുന്നതിന് മുമ്പ് നമുക്ക് അടുത്ത സ്റ്റേഷൻ എത്തിയിരിക്കണം. ഫെങ്ങും അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ടയേർഡ് ആകുന്നത് എന്തുകൊണ്ടാണ്? അടുത്ത സ്റ്റേഷൻ അധികം ദൂരെയല്ല. എക്സ്ക്യൂസ് ഒന്നും പറയണ്ട, എല്ലാവരും എഴുന്നേക്ക്. തിയാൻ പറയുന്നു, എനിക്ക് ഒരടി പോലും വെക്കാൻ സാധിക്കുന്നില്ല, ഞാൻ അല്പം റെസ്റ്റ് എടുത്തോട്ടെ. ലിൻ മാസ്റ്റർ പറയുന്നു, നമ്മൾ അങ്ങനെ റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ മോൺസ്റ്ററിന്റെ ഭക്ഷണമായി തീരും. തിയാൻ, കുറച്ചുകൂടി പിടിച്ചു നിൽക്കൂ എന്ന് പറഞ്ഞ് ലിൻ മാസ്റ്റർ അവനെ പൊക്കിയെടുക്കുന്നു. അങ്ങനെ അവസാനം എല്ലാവരെയും അവിടെ നിന്ന് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഇപ്പോൾ കാണിക്കുന്നത് അടുത്ത ദിവസമാണ്. അവർ ഇപ്പോൾ കാട് കടന്നിരിക്കുന്നു. ഇപ്പോൾ ഒരു പുഴയുടെ തീരത്താണ്. എല്ലാവരെയും ശക്തിപ്പെടുത്തിക്കൊണ്ട് ലിൻ മാസ്റ്റർ പറയുകയാണ്, എല്ലാവരും നടക്കൂ, ഈ കുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ക്യാമ്പ് എത്തും. റോപ്പൊക്കെ ഉപയോഗിച്ച് എല്ലാവരും ആ കുന്ന് കയറുന്നു. ആ കുന്ന് കടന്നു കഴിയുമ്പോൾ സ്റ്റുഡൻസിന്റെ തന്നെ വേറൊരു ക്യാമ്പ് അവിടെ ഉണ്ടായിരുന്നു. ക്യാമ്പിൽ വെച്ച് യാനും ഹൂജുവായും തമ്മിൽ പഞ്ച് പിടിക്കുന്നു. ഷുവ ഹണ്ടിങ് ഫാമിലിയിൽ നിന്ന് വരുന്നതായിരുന്നത് കൊണ്ട് അവന്റെ വീരകഥകൾ ഇവിടെ പറയുകയാണ്. ഞാൻ ചെറുപ്പത്തിൽ ഇവിടെ ക്യാമ്പ് അടിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ബീസ്റ്റ് ഒക്കെ ചെറിയ ലെവലിലുള്ള ബീസ്റ്റാണ്. ചെറിയ ലെവലിലുള്ള ബീസ്റ്റാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ പുച്ഛിച്ച് തള്ളരുത്. അവരെ കീഴടക്കുക ഞങ്ങൾക്ക് അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. യാണും ഹൂജുവായും ഇതെല്ലാം കേൾക്കുന്നുണ്ടോ എന്നാവോ? അവർ അത് ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ തിയോനോട് എന്ന രീതിയിൽ ഷുവ സംസാരിക്കുന്നു. അത് പറഞ്ഞു തീരുമ്പോൾ തന്നെ പഞ്ചുപിടുത്തത്തിൽ യാൻ ജയിക്കുന്നു. അപ്പോഴാണ് പെട്ടെന്നൊരു ശബ്ദം അവർ കേൾക്കുന്നത്. ഉടനെ തന്നെ അവർ പുറത്തേക്ക് ഓടുന്നു. അവിടെ 2-3 പട്ടാളക്കാർ പോലെയുള്ള ആളുകൾ വന്നിരിക്കുന്നു. നിങ്ങളാണോ ജിയാനാനിൽ നിന്നുള്ള മുതിർന്നവർ? ലിന്നിനോടാണ് അത് ചോദിച്ചത്. ലിന്ന് സ്വയം തന്നെ പരിചയപ്പെടുത്തുന്നു. അവർ ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഞങ്ങൾ അന്വേഷിച്ചു വന്നതാണ്. ഇത് കേൾക്കുമ്പോൾ അവർ പറയുകയാണ്, നിങ്ങളുടെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഇന്ന് അവിടെ ഒരു ബീസ്റ്റിനെ കണ്ടു. ഞങ്ങളിലുള്ള 5 പേരെയാണ് ആ ബീസ്റ്റ് കൊന്നത്. ഞങ്ങളുടെ ഗ്രാൻഡ് മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത് അതിനെ കണ്ടുപിടിച്ച് അതിനെ കൊല്ലുവാനാണ്.
ഞങ്ങൾ പല സ്ഥലങ്ങളിലും അതിനെ അന്വേഷിച്ചു, പക്ഷേ കണ്ടെത്താനായില്ല. ഇവിടെ അന്വേഷിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ജിയാനൻ അക്കാദമിയിലെ സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ. ആ ബീസ്റ്റിനെ അവരുടെ ക്യാമ്പുകളിലും പരിശോധിക്കണമെന്ന് പറയുമ്പോൾ ലിൻ പറയുകയാണ് അത് സാധ്യമല്ല. എല്ലാ സ്റ്റുഡൻസും ഒരുമിച്ച് അവർക്കെതിരെ കൈ ഉയർത്തുന്നു. നിങ്ങൾ പറഞ്ഞത് ബീസ്റ്റ് ഇവിടെ ഉണ്ട് എന്നല്ലേ? ഞങ്ങൾ അതിനെ തന്നെ തേടി വന്നതാണ്. ഈ കുട്ടിയെ സംരക്ഷിക്കാനാണ് മുതിർന്ന എൽഡറിന്റെ ഓർഡർ. അതുകൊണ്ട് ഞാൻ ഈ കുട്ടികളെ സംരക്ഷിക്കും. നിങ്ങൾക്ക് ഈ ക്യാമ്പ് പരിശോധിക്കാൻ സാധിക്കില്ല. എന്റെ വാക്ക് ധിക്കരിക്കാനാണ് നിങ്ങളുടെ പ്ലാൻ എങ്കിൽ ഞാൻ നിങ്ങളെ എന്തെങ്കിലും ചെയ്താൽ അതിൽ ഞാൻ ഉത്തരവാദിയല്ല. ഈ സമയം ഫെങ് മലമുകളിൽ നിന്നുകൊണ്ട് ആരാണ് ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നു. ആ 5 പേർക്കും ഫെങ്ങിനെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫെങ്ങിനെ വണങ്ങിക്കൊണ്ട് പറയുകയാണ്, ലോർഡ് ഫെങ്, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നു. ഫെങ് പറയുന്നു, ഈ കുട്ടികളെല്ലാം എൻ്റെ കുട്ടികളാണ്. ഇവരെ അന്വേഷിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നിങ്ങളൊരു ബീസ്റ്റിനെ പറ്റി പറഞ്ഞില്ലേ, എന്ത് ബീസ്റ്റാണത്? അവർ അത് വിശദീകരിച്ച് പറയുന്നു. പച്ചമുടിയുള്ള ഒരു പെണ്ണാണ്. പച്ചമുടിയിലുള്ള പെണ്ണോ? എന്ത് ട്രിക്കാണ് അവൾ ഉപയോഗിച്ചത്? ട്രിക്കൊന്നും ഉപയോഗിച്ചില്ല. അവർ 5 പേരെയും തിന്നുകളഞ്ഞു. തിന്നുകളഞ്ഞെന്നോ? മനുഷ്യനാണോ ബീസ്റ്റാണോ? ദുഷ്ടതയും വിഷവും അവൾക്ക് ശാപമായി കിട്ടിയതാണ്. അവൾ നടക്കുന്ന എല്ലാ വഴികളിലും വിഷമുണ്ടാകും. ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുവാൻ സാധിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് അവളെ പേടിയില്ല. പക്ഷേ അവൾ പർപ്പിൾ ക്രിസ്റ്റലുള്ള ചിറകുള്ള ലയൺ കിങ്ങിന്റെ കൂടെയാണ്. നിങ്ങൾ അത് കണ്ടോ? ഞാൻ വിചാരിച്ചത് ഇതൊന്നും റിയൽ അല്ല എന്നാണ്. നിങ്ങൾ പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതൊക്കെ റിയൽ ആണെന്ന്. അതെ, ഇതെല്ലാം റിയൽ ആണ്. 5 പേരെയാണ് അവൾ കൊന്നത്. പറഞ്ഞു തീരും മുമ്പേ സിംഹത്തിന്റെ പുറത്ത് ആ സ്ത്രീ പ്രത്യക്ഷപ്പെടുന്നു. ഫെങ് പറയുന്നു, ഞാൻ അതിനെ നേരിടാം. അതിനുശേഷം തന്റെ കുന്തം അതിനു നേരെ പ്രയോഗിക്കുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം കുതിച്ചു ചാടി ആ ബീസ്റ്റ് രക്ഷപ്പെടുന്നു. കുതിച്ചു ചാടി അത് മലയുടെ ഏറ്റവും പൊക്കത്തെത്തുന്നു. അതിശയത്തോടെയാണ് സ്റ്റുഡൻസ് അടക്കം എല്ലാവരും അതിനെ നോക്കിക്കണ്ടിരുന്നത്. എല്ലാവരും അതിനെ കണ്ട് പുറകോട്ട് പോകുന്നു. ഫെങ് പറയുകയാണ്, പുറകിലോട്ട് പോകൂ. സിംഹത്തിന്റെ പുറത്ത് നിൽക്കുന്ന സ്ത്രീ അവരോട് പറയുകയാണ്, നിങ്ങൾ മരിക്കുവാനാണോ വന്നിരിക്കുന്നത്? അതിനുശേഷം തന്റെ കയ്യിലുണ്ടായിരുന്ന ചാട്ടവാൾ വീശുന്നു. അപ്പോൾ സിംഹം വലിയൊരു തീ അവരുടെ നേരെ തുപ്പുന്നു. ഇത് കാണുമ്പോൾ ലിന്നും ഫെങ്ങും അടക്കം എല്ലാ സ്റ്റുഡൻസും പേടിച്ച് വിറയ്ക്കുന്നുണ്ട്. അപ്പോഴാണ് യൂണർ ആ കാഴ്ച കാണുന്നത്. തന്റെ സഹോദരൻ യാൺ അവിടെ നെഞ്ചും വിരിച്ചു നിൽക്കുകയാണ്. മാസ്റ്റേഴ്സ് അടക്കം എല്ലാവരും പേടിച്ച് നിൽക്കുമ്പോൾ യാൺ മാത്രം നെഞ്ചും വിരിച്ചു നിൽക്കുന്നു. യൂണർ തന്റെ സഹോദരനെ വിളിച്ച് അവന്റെ അടുത്തേക്ക് ഓടിപ്പോകുവാൻ തുടങ്ങുമെങ്കിലും കൂട്ടുകാർ അവളെ തടയുന്നു. ഈ സമയം ആ സിംഹം ചാടി അവരുടെ മുകളിലൂടെ പോകുവാൻ തുടങ്ങുന്നു. യാൺ ഇങ്ങനെ നെഞ്ചും വിരിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ സിംഹത്തിന്റെ പുറത്ത് നിൽക്കുന്ന സ്ത്രീക്ക് അതിശയം തോന്നുന്നുണ്ട്. എന്നാൽ ആ സിംഹം അടുത്ത് വരുമ്പോൾ യാൺ തന്റെ കയ്യിൽ ഒരു ഫ്ലെയിം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ തന്നെ ഒന്നും ചെയ്യാതെയാണ് ആ ബീസ്റ്റ് പോകുന്നതെന്ന് കാണുമ്പോൾ യാൺ ആ ഫ്ലെയിം നിർത്തുന്നു. ഈ സമയം ബീസ്റ്റിന്റെ മുകളിൽ നിൽക്കുന്ന സ്ത്രീ യാണിനെ ഒരു പ്രത്യേക നോട്ടം നോക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു ടെന്റ് നശിപ്പിച്ചതിന് ശേഷം ആ ബീസ്റ്റ് അവരെ വിട്ടു പോകുന്നതിന് മുമ്പ് സിംഹത്തിന്റെ മുകളിൽ നിൽക്കുന്ന സ്ത്രീ ഒരു പ്രാവശ്യം കൂടി യാണിനെ നോക്കുന്നുണ്ട്. ഈ സമയം അവൾ അവരെ നോക്കി ചിരിക്കുന്നുണ്ട്. ചിരിച്ചുകൊണ്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. അവൾക്ക് അവനോട് എന്തോ ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു. കണ്ട മാത്രയിൽ തന്നെ അവന്റെ ചങ്കൂറ്റം കണ്ട് അവൾക്ക് അവനോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടാകാം. ഷുവ അവരുടെ അടുത്ത് പറയുകയാണ്, നമുക്ക് ഇതിലും വലിയ ബീസ്റ്റിനെ കണ്ടുമുട്ടണമെങ്കിൽ നമ്മൾക്ക് ഇനിയും പോകേണ്ടതുണ്ട്. തിയാൻ പറയുന്നു, ഇനിയും പോകണമെന്നോ? ഈ തണുപ്പ് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല, പിന്നെയാണോ? അവിടെ പ്രത്യേകിച്ച് എന്ത് ബീസ്റ്റാണുള്ളത്? അതിനുശേഷം ഒരു മാപ്പ് വരച്ചുകൊണ്ട് ഷുവ പറയുകയാണ്, ഈ സ്ഥലത്തിന്റെ പേര് മിറർ ക്ലിഫ് എന്നാണ്. ഇവിടെ നമ്മൾ വലിയ വലിയ ബീസ്റ്റുകളെ കണ്ടുമുട്ടും. തിയാൻ പറയുന്നു, അവിടെ നമുക്ക് ഇന്ന് കണ്ടതുപോലത്തെ ബീസ്റ്റിനെ കണ്ടുമുട്ടാൻ സാധിക്കുമല്ലേ? വളരെ സന്തോഷത്തോടെയായിരുന്നു തിയാൻ ഇതെല്ലാം പറഞ്ഞത്. പക്ഷേ എല്ലാ ഫ്രണ്ട്സും സീരിയസ് ആയിട്ട് നിൽക്കുന്നു. തിയാൻ ചോദിക്കുന്നു, എന്താണ് നിങ്ങൾ എല്ലാവരും സീരിയസ് ആയിട്ട് നിൽക്കുന്നത്? പേടിയാകുന്നുണ്ടോ? ഇന്ന് നീ ആ ബീസ്റ്റിനെ കണ്ടില്ലേ? രക്ഷപ്പെട്ടത് തന്നെ ദൈവഭാഗ്യമാണ്. അപ്പോഴാണ് നീയും അവിടെ പേടിച്ച് വിറച്ച് നിൽക്കുന്നുണ്ടായല്ലോ. നീ അവർ പറഞ്ഞത് നിന്റെ ചെവി കൊണ്ട് കേട്ടതല്ലേ? ആ ബീസ്റ്റ് ആളുകളെ കഴിക്കും. പിന്നെ അതിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് സ്കൂളിൽ പോയി നിനക്ക് മെഡിസിൻ ഉണ്ടാക്കുവാൻ സാധിക്കില്ല. എങ്കിൽ നമുക്ക് അതിനെ പുകച്ചു പുറത്ത് ചാടിച്ചാലോ? യാന് ചിറകുകളില്ലേ? അവൻ പറന്ന് എയറിൽ നിന്ന് അതിനെ ആക്രമിക്കട്ടെ. യാൻ പറയുന്നു, മണ്ട, അതിനും പറക്കാം. ചുരുക്കം ചില ബീസ്റ്റുകൾക്ക് മാത്രമേ പറക്കുവാൻ സാധിക്കാതെയുള്ളൂ. ഷുവ പറയുകയാണ്, സത്യത്തിൽ ഇന്ന് നമ്മൾ ഭാഗ്യം കൊണ്ട് തന്നെയാണ് രക്ഷപ്പെട്ടത്. ഇന്ന് നമ്മൾ കണ്ടത് ഒരു ലെജൻഡറി ഐറ്റമാണ്. ഇതുപോലത്തെ വലിയ വലിയ മൃഗങ്ങളെ നമുക്ക് അങ്ങനെ പുകച്ചു പുറത്ത് ചാടിക്കാൻ സാധിക്കില്ല എന്ന് ഷുവ പറയുന്നു. ശേഷം യാൺ എന്തോ ആലോചിച്ചു നിൽക്കുന്നതായും കാണിക്കുന്നു. ഇപ്പോൾ അടുത്ത ദിവസമായിരിക്കുന്നു. ഫെങ് എല്ലാവർക്കും നിർദ്ദേശം കൊടുക്കുകയാണ്. എല്ലാവർക്കും കർക്കശമായ ഒരു നിയമം തരികയാണ്. ഇരുട്ടുന്നതിന് മുമ്പേ എല്ലാവരും ഗ്രൂപ്പുകളിലേക്ക് തിരിച്ചു വരണം. എന്തെങ്കിലും അപകടം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ കഴുത്തിലിട്ടിരിക്കുന്ന വിസിൽ ഊതുക. പിന്നെ യാതൊരു കാരണവശാലും ഈ കാട് വിട്ടുപോകരുത്. അങ്ങനെ ചെയ്താൽ നല്ല പണിഷ്മെന്റ് തന്നെ കിട്ടും. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ശബ്ദത്തിലായിരുന്നു ഫെങ് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ സമയമെല്ലാം യാൻ തന്റെ വിസിലൊക്കെ നോക്കുന്നുണ്ട്. അവനൊരു മരത്തിന്റെ പുറകിലാണ് ഇരിക്കുന്നത്. സുരക്ഷിതരായി വരുവാൻ പറഞ്ഞ് അവരെ പറഞ്ഞു വിടുന്നു.
ഇപ്പോൾ തിടുക്കത്തിൽ ഒരു സ്ഥലത്തേക്ക് ഓടി വരുന്ന യാണിനെയും കൂട്ടുകാരെയുമാണ് കാണിക്കുന്നത്. അവർ വന്ന ഉടനെ തന്നെ ചോദിക്കുകയാണ്, എന്താ, എന്ത് പറ്റി, വല്ല ബീസ്റ്റിനെയും കണ്ടോ, എന്തിനെയാണ് നിങ്ങൾ പുകയ്ക്കുന്നത്? ചുവന്ന കണ്ണുള്ള എലിയോ? യൂണർ പറയുന്നു, ഇത് രക്തം കുടിക്കുന്ന എലിയാണ്. തിയാന്റെ അടുത്ത് ഈ സമയം ആരോ പറയുന്നുണ്ട്, ഇതിൽ നിന്ന് കിട്ടുന്ന ക്രിസ്റ്റൽ ഉപയോഗിച്ച് നിനക്ക് മെഡിസിൻ ഉണ്ടാക്കുവാൻ സാധിക്കും. എന്ത് മെഡിസിൻ? പായയിൽ മുള്ളാതിരിക്കാനുള്ള മെഡിസിൻ. ഇതെല്ലാം തിയാന്റെ അടുത്ത് പറഞ്ഞത് വേറെ ആരുമല്ല, ഹാനാണ്. തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് അവർ അവിടെ നിന്ന് നീങ്ങുന്നു. കുറച്ചുകൂടി നടന്നു കഴിയുമ്പോൾ ഷുവാന്റെ അടുത്ത് യാൻ പറയുകയാണ്, ഇത് നിന്റെ അവസരമാണ്. അപ്പോൾ അവൻ പിടച്ചൊരു മരത്തിൽ കയറുന്നു. വളരെ എളുപ്പത്തിൽ അതിൽ പിടച്ചു കയറിയതിനു ശേഷം ഷുവ അവിടെ ആകെ നിരീക്ഷിക്കുന്നു. അതിനുശേഷം പറയുന്നു, അതവിടെയാണ്. ഉടനെ തന്നെ യാണും കൂട്ടുകാരും അവിടേക്ക് പോകുവാൻ തയ്യാറാകുന്നു. ഇപ്പോൾ ഹാനും ലിന്നും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് കാണിക്കുന്നത്. യാണും കൂട്ടുകാരും അവർ എന്താണ് പറയുന്നതെന്ന് ഒളിച്ചു നിന്ന് കേൾക്കുന്നു. ലിൻ മാസ്റ്റർ വന്ന് പറയുകയാണ്, നമ്മൾ നേരത്തെ കണ്ട സെക്റ്റിലെ ചിലർ വീണ്ടും വന്നിരുന്നു. അവർ പറയുന്നത് നമ്മൾ ഇവിടം വിട്ട് വേറെ ഒരു സ്ഥലത്തേക്ക് പോകുന്നതാണ് നല്ലതെന്നാണ്. ഫെങ് പറയുകയാണ്, നമ്മൾ എന്തിനാണ് അവർ പറയുന്നത് കേൾക്കുന്നത്? ഇത് അവരുടെ പ്രോപ്പർട്ടി ഒന്നുമല്ലല്ലോ. വേറൊന്നുമല്ല, മരിച്ച ഒരാളെ അവർ കണ്ടെത്തി. അയാളുടെ മുഖം മാത്രമേ ലഭിച്ചുള്ളൂ, ശരീരം കിട്ടിയില്ല. മുഖമാകട്ടെ കത്തിക്കരഞ്ഞ അവസ്ഥയിലും. ഈ സമയം ഫെങ് പറയുകയാണ്, നമ്മൾ അവർ പറയുന്നത് കേൾക്കാൻ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ അക്കാദമിക്ക് ഒരു ഡിഗ്നിറ്റി ഇല്ലേ? അതിന്റെ കാര്യം എന്താകും? അല്ല, കുട്ടികളുടെ സംരക്ഷണമാണല്ലോ നമുക്ക് വലുത്, അതുകൊണ്ടാണ്. അപ്പോൾ ഫെങ് പറയുന്നു, ഇവിടെ കുറച്ച് അതിരുകളുണ്ട്, ആ അതിർത്തിക്കുള്ളിൽ അപകടമൊന്നും സംഭവിക്കില്ല, അങ്ങനെ നമുക്ക് വിശ്വസിക്കാം. ഈ സമയം ഇതെല്ലാം ഒളിച്ചു നിന്ന് കേൾക്കുകയായിരുന്ന യാണും അവന്റെ കൂട്ടുകാരും നമുക്ക് അവിടേക്ക് പോകാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്നു. ഷുവ ചെറുപ്പം മുതൽ ഒരു ഹണ്ടർ ആയതുകൊണ്ട് മൃഗം പോയ പാടുകൾ അവൻ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുന്നു. അവിടെ എന്തോ കാണുമ്പോൾ ഷുവ പറയുകയാണ്, ലെവൽ 3-യിലുള്ള മരണമില്ലാത്ത ഒരു മൂട്ടയുടേതാണ് ഈ വിഷം. ഇത് കേൾക്കുമ്പോൾ തന്നെ തിയാൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മെഡിസിൻ കൈകളിൽ എടുക്കുന്നു. ഇത് എല്ലാവരും കഴിച്ചോളൂ, പോയിസൺ നമുക്ക് ഏൽക്കാതിരിക്കാനാണ്. പിന്നെ ഈ മൂട്ടയുടെ പോയിസൺ നമ്മുടെ കണ്ണിലോ വേറെ എവിടെയെങ്കിലോ കൊള്ളരുത്. എല്ലാവരും അതെടുത്ത് കഴിക്കുന്നു. വീണ്ടും അവർ അവരുടെ നടപ്പ് തുടങ്ങുന്നു. നടന്ന് അവർ ഒരു ഗുഹയുടെ അടുത്തെത്തുന്നു. ഗുഹയുടെ ഉള്ളിൽ കയറുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് അതിന് പല വഴികളാണ്. പെട്ടെന്ന് അവർ എന്തോ ഇഴഞ്ഞു പോകുന്നത് പോലെ കാണുന്നു. അല്പം കഴിയുമ്പോൾ തന്നെ അത് അവരുടെ നേരെ വരുന്നു. പഴുതാര ഒരു ഭീകര ജീവിയായാൽ എങ്ങനെയിരിക്കും? അതിന് സമാനമായ ഒരു ജീവിയായിരുന്നു ഇത്. അത് അവരുടെ നേരെ കുതിക്കുന്നു. യാൺ എല്ലാവരോടും പുറകോട്ട് പോകാൻ പറയുന്നു. ഉടനെ തന്നെ യാൺ തന്റെ വാൾ എടുക്കുന്നു. തന്റെ നേരെ കുതിച്ചു വരുന്ന പഴുതാരയുടെ തലയിൽ അവൻ ആ വാള് പ്രയോഗിക്കുന്നു. ചാടി വന്ന് ആ പഴുതാരയുടെ തലക്കടിച്ചിട്ടും അതിനെ ഏക്കുന്നില്ല. യാൺ യൂണറിന്റെ അടുത്ത് പറയുകയാണ്, ഇതുപയോഗിച്ച് നമുക്ക് അതിന്റെ തലയ്ക്കടിക്കുവാൻ സാധിക്കില്ല. ആരോയുണ്ടോ? അമ്പുകൾ ഉപയോഗിച്ചാൽ ഒരുപക്ഷെ അതിന്റെ തലയ്ക്ക് തന്നെ ആക്രമിക്കാനും അതിനെ കൊല്ലുവാനും നമുക്ക് സാധിക്കാം. ഇത് കേൾക്കുമ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് അവരുടെ കയ്യിലുണ്ടായിരുന്ന അമ്പ് ആ ജീവിക്ക് നേരെ പ്രയോഗിക്കുന്നു. എന്നാൽ അതൊന്നും കൊണ്ടിട്ടും ആ ഭീകര പഴുതാരയ്ക്ക് ഒന്നും സംഭവിക്കുന്നില്ല. അത് അവരുടെ നേരെ കുതിക്കുന്നു. ഒരു കൂട്ടത്തെ ആക്രമിക്കുന്ന സമയത്ത് തിയാൻ ആ ഭീകര പഴുതാരയുടെ നേരെ അമ്പുകൾ തുരതുര പ്രയോഗിക്കുന്നു. പിന്നെയാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്, അവിടെ ഒരുപാട് വഴികളുണ്ടെങ്കിലും അതെല്ലാം ഒരു സ്ഥലത്ത് തന്നെയാണ് എത്തുന്നത്. അതായത് പുറത്തേക്ക് വഴിയില്ല. ഒരു വഴിയിലൂടെ കയറിയാൽ വേറെ വഴിയിലൂടെ അവിടെ തന്നെ എത്തും. തിയാൻ അമ്പ് ചെയ്യുന്നത് കൊണ്ട് ആ ഭീകര ജീവി തിയാന്റെ നേരെ കുതിച്ചു വരുന്നു. പക്ഷെ തിയാൻ ഒഴിഞ്ഞു മാറി അതിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. ഈ സമയം യാൺ അതിനെ നേരിട്ട് കൊണ്ട് യൂണറിനോട് അവിടെ നിന്ന് പോകുവാൻ പറയുന്നു. യാൺ തന്റെ വാൾ ഉപയോഗിച്ച് ആ ഭീകര പഴുതാരയെ ആക്രമിക്കുന്നു. യൂണർ ആകട്ടെ പറന്ന് തന്റെ കയ്യിലുണ്ടായിരുന്ന അമ്പ് അതിന്റെ ശരീരത്തിൽ തറച്ചു കയറ്റുന്നു. ഉടനെ തന്നെ മഞ്ഞ നിറത്തിലുള്ള ഒരു ദ്രവം അതിൽ നിന്ന് തെറിക്കുന്നു. ദേഷ്യം വരുന്ന ഭീകര പഴുതാര യൂണറിന് നേരെ കുതിച്ചു വരുന്നു. വേറെ നിവൃത്തിയില്ലാതെ മരിച്ചു എന്ന് വിചാരിച്ച് സ്വയം റെഡിയായിട്ട് നിൽക്കുകയായിരുന്നു യൂണർ. എന്നാൽ യാൺ ആ പഴുതാരയെ ചാടി പിടിക്കുന്നു. ഈ സമയം യൂണറിനോട് അവിടെ നിന്ന് പോകുവാൻ പറയുന്നു. ശേഷം അതിനെ കവർ ചെയ്ത് യൂണറിനെയും കൊണ്ട് ഓടുകയാണ് യാൺ. അവർ എത്ര ഓടിയിട്ടും അവരെ വിടാതെ തന്നെ പിന്തുടരുകയാണ് ആ ഭീകര പഴുതാര. ഇതിനിടയ്ക്ക് ഒരു സ്ഥലത്ത് വെച്ച് യൂണർ വീഴുന്നുണ്ട്. എന്നാൽ യാൺ അവളെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും ആ ഭീകര ജീവി അവരുടെ നേരെ കുതിച്ച് എത്തിയിരുന്നു. ഉടനെ തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന കല്ലിന്റെ ഇടയിൽ യൂണറിനെ പിടിച്ച് യാൺ ഒളിച്ചു നിൽക്കുന്നു. ശരവേഗത്തിൽ വന്ന പഴുതാര അവരുടെ മുകളിലൂടെയാണ് കടന്നു പോകുന്നത്. യൂണറിനെ കെട്ടിപ്പിടിച്ചു നിൽക്കുകയാണ് യാൺ. ഭീകര പഴുതാര പോയി കഴിയുമ്പോൾ ഒരു റൊമാൻറ്റിക് അറ്റ്മോസ്ഫിയർ അവിടെ വരുന്നുണ്ട്. യൂണറിന്റെ പ്രത്യേക നോട്ടവും യാണിന്റെ പ്രത്യേക നോട്ടവും നമുക്കിവിടെ കാണുവാൻ സാധിക്കും. യൂണർ യാണിന്റെ സ്വന്തം സഹോദരിയല്ല, തന്റെ അമ്മയുടെ സഹോദരന്റെ മകളാണ് യൂണർ. എങ്കിലും അതിൽ നിന്നെല്ലാം തന്റെ ശ്രദ്ധ തിരിച്ച് യാൺ പെട്ടെന്ന് എഴുന്നേൽക്കുകയാണ്. യാൺ പറയുന്നു, പേടിക്കേണ്ട. ചിരിച്ചുകൊണ്ട് യൂണർ പറയുകയാണ്, നീ എന്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ എന്തിനാണ് പേടിക്കുന്നത്? യാൺ ചോദിക്കുന്നു, നിനക്ക് മരിക്കാൻ ഭയമില്ലേ? അപ്പോൾ യൂണർ പറയുകയാണ്, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് മരിക്കാം. വീണ്ടും റൊമാൻറ്റിക് അറ്റ്മോസ്ഫിയർ വരികയാണ്. എന്നാൽ യൂണർ പറയുകയാണ്, ആ മൂട്ട പോയി കഴിഞ്ഞു, നമുക്ക് ഉടനെ തന്നെ പുറത്തു കടക്കണമെന്ന് പറഞ്ഞ് യൂണറിനെയും കൂട്ടി അവൻ പുറത്തു കടക്കുന്നു. അവർ പഴയ സ്ഥലത്തെത്തി അവരുടെ കൂട്ടുകാരെ വിളിക്കുന്നു. എന്നാൽ ആരും വരുന്നില്ല.
യൂണർ പറയുന്നു, അവരെല്ലാവരും മരിച്ചോ? അങ്ങനെയൊന്നും സംഭവിക്കില്ല, അവർക്ക് അവരെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുവാൻ സാധിക്കും. യൂണർ പറയുകയാണ്, നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്യണം. ചെയ്യാനുള്ളത് ഒന്ന് മാത്രമാണ് യൂണർ, അതിനെ ഏതെങ്കിലും ഇടുങ്ങിയ സ്ഥലത്ത് കൊണ്ടുവരണം. അവിടെ വെച്ച് നമുക്ക് എളുപ്പത്തിൽ അതിനെ പരാജയപ്പെടുത്താം. ഞാൻ അതിനെ പുകച്ച് പുറത്ത് ചാടിക്കാമെന്ന് പറയുമ്പോൾ തന്നെ തൊട്ടു മുമ്പിൽ നിൽക്കുന്നു ആ ഭീകര പഴുതാര. യാൺ അതിനെ വേറെ വഴിയിലേക്ക് നയിക്കുന്നു. യാണിന്റെ പുറകെ തന്നെ യൂണറും വരുന്നു. കുറെ മുന്നോട്ട് പോയതിനു ശേഷം യാൺ ഒരു പാറക്കെട്ടുകളുടെ ഇടയിൽ ഒളിച്ചു നിൽക്കുന്നു. അതിനുശേഷം അതിനെ അവിടേക്ക് വരുത്തുന്നതിന് വേണ്ടി തന്റെ കയ്യിലുണ്ടായിരുന്ന ലാമ്പ് അവിടേക്ക് എറിയുന്നു. ഇപ്പോൾ ശബ്ദം കേട്ടിടത്തേക്ക് പാഞ്ഞു വരികയാണ് ആ ഭീകര പഴുതാര. അത് കടന്നു പോകുമ്പോൾ തന്നെ തന്റെ വാളിൽ എല്ലാ ശക്തിയും പ്രയോഗിച്ചുകൊണ്ട് അതിനെ സൈഡിൽ നിന്ന് കുത്തുന്നു. അത് ഇഴഞ്ഞു നീങ്ങുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ വയറ് കീറിക്കൊണ്ടിരിക്കുകയാണ്. വയറ് കീറി ഒരു ദ്രവം അതിൽ നിന്ന് പുറത്തു വരുന്നു. ഉടനെ തന്നെ ആ ഭീകര ജീവി മരിക്കുകയും ചെയ്യുന്നു. ആ ഭീകര ജീവി മരിച്ച ഉടനെ തന്നെ അതിന്റെ വയറ് കീറി ഒരു പെട്ടി നിലത്ത് വീണിട്ടുണ്ടായിരുന്നു. അതിന്റെ ശരീരത്തിൽ നിന്ന് വീണ ദ്രവത്തിന് നല്ല ദുർഗന്ധമായിരുന്നു എന്ന് യാണിന്റെ പ്രവൃത്തി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. യാൺ ഉടനെ തന്നെ കൊക്കയിൽ പോയി നോക്കുന്നു. ചത്ത് കിടക്കുന്ന ആ ഭീകരജീവിയുടെ ശരീരാവശിഷ്ടങ്ങൾ കാണുമ്പോൾ യാണിന് ആശ്വാസമാകുന്നു. ഉടനെ തന്നെ യൂണറും അവിടെ എത്തി, നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നു. അല്ല, ആ ഭീകരജീവി എവിടെ? യാൺ പറയുന്നു, നീ അല്പം മാറി നിൽക്കൂ, ഞാനാകെ വൃത്തികേടായിരിക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല, ആ ദ്രവത്തിന്റെ ദുർഗന്ധം മൂലം യാൺ ഛർദ്ദിക്കാൻ പോലും പോയതാണ്. ഈ സമയം തന്നെ കൂട്ടുകാരും അവിടെ എത്തുന്നു. അവർ ചോദിക്കുകയാണ്, ആ ഭീകര സ്വത്വം എവിടെ? യാൺ പറയുന്നു, അതിനെ കൊന്നു. യൂണർ കൂട്ടുകാരുടെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയെന്നോർത്ത് ഞാൻ വളരെ പേടിച്ചു പോയി. ഷുവ പറയുകയാണ്, ആ കാര്യമൊന്നും പറയണ്ട, നല്ല തമാശയായിരുന്നു. വെള്ളം ആ ജീവിക്ക് അലർജിയാണ്, അതിൻ്റെ അടുത്തേക്ക് വരികയില്ല. അതുകൊണ്ട് വെള്ളം വഴി രക്ഷപ്പെടുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷേ ഈ ഹൂജുവാന് നീന്താൻ അറിയില്ല എന്ന കാര്യം അപ്പോഴാണ് മനസ്സിലായത്. വെള്ളത്തിൽ മുങ്ങി ചാകുവാൻ പോയതാണ്. ഒരു വിധത്തിലാണ് ഹൂജുവാനെ എടുത്ത് കരയിൽ കയറ്റിയത്. ഒരുപാട് സമയമെടുത്തു അവൻ എഴുന്നേൽക്കാൻ. ഉടനെ തന്നെ ഹാൻ വളരെ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ആ ഒരു ചിത്രം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ചുണ്ടും ചേർത്ത് വെച്ചുള്ള ആ ചിത്രം. ഇത് കേൾക്കുമ്പോൾ യാണും യൂണറും പരസ്പരം ഒന്ന് നോക്കുന്നുണ്ട്. പക്ഷേ സംഭവം അതല്ലായിരുന്നു. ഷുവാൻ ഹൂജുവാന് കൃത്രിമ ശ്വാസം കൊടുത്തിരുന്നു. അതിനെക്കുറിച്ചാണ് ഹാൻ പറഞ്ഞത്. അത് സ്മെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന തിയാൻ ചോദിക്കുകയാണ്, ഇതെന്താണ്? അറിയില്ല, ആ ഭീകരജീവിയുടെ വയറിൽ നിന്ന് കിട്ടിയതാണ്. ഇത് നമുക്ക് പുറത്ത് കൊണ്ടുപോയിട്ട് തുറക്കാം. കൂട്ടുകാരെല്ലാവരും അത് പൊക്കി പുറത്തേക്ക് കൊണ്ടുപോകുന്നു. യാണും യൂണറും സംസാരിച്ച് മുന്നിൽ നടക്കുകയാണ്. അത് ചുമന്നുകൊണ്ടു പോകുന്ന സമയത്ത് ഹാൻ തമാശകളൊക്കെ പറയുന്നു. വേറൊന്നുമല്ല, ഷുവാന്റെയും ഹൂജുവാന്റെയും കൃത്രിമ ശ്വാസത്തിന്റെ കഥകളാണ് പറയുന്നത്. ലൈഫിൽ സേവ് ചെയ്ത് വെക്കേണ്ട സന്ദർഭങ്ങളാണ് അതൊക്കെ. ഉടനെ തന്നെ ആ പെട്ടി അനങ്ങുന്നു. പേടിച്ചു പോകുന്ന അവർ പെട്ടി താഴെയിട്ട് മാറി നിൽക്കുന്നു. യാണിനോടും ഇക്കാര്യം ഉറക്കെ അവർ പറയുന്നു. ഒരുപാട് മുന്നിലായിരുന്ന യാൺ ഉടനെ തന്നെ ഇത് കേൾക്കുമ്പോൾ തിരിച്ചു വരുന്നു. ആയുധമെല്ലാം എടുത്ത് റെഡിയായി നിന്നോളൂ എന്ന് പറയുമ്പോൾ തന്നെ തിയാൻ ഓടിപ്പോവുകയാണ്. അവന്റെ കയ്യിൽ ആയുധമൊന്നുമില്ല. അവനൊരു കല്ലിന്റെ ഇടയിൽ ഒളിച്ചു നിൽക്കുന്നു. കൂട്ടുകാർ പറയുകയാണ്, തീർച്ചയായും ഇത് പഴുതാരയുടെ കുഞ്ഞുങ്ങളാണ്. യാൺ ധൈര്യപൂർവ്വം ആ പെട്ടി തുറക്കുന്നു. അതിന്റെ ഉള്ളിൽ ഒരു സ്ത്രീ ആയിരുന്നു. അവൾ പേടിച്ചു വിറച്ചിരിക്കുകയായിരുന്നു. ഞാനത് നോക്കട്ടെ എന്ന് പറഞ്ഞ് തിയാനും ഈ സമയം അവിടേക്ക് വരുന്നു. അവൾക്ക് തണുക്കുന്നുണ്ട് എന്ന് തോന്നിയ യാൻ അവൾക്ക് തൻ്റെ കോട്ട് കൊടുക്കുന്നു. അവൾക്ക് ഇത് കാണുമ്പോൾ ആശ്വാസമാവുകയും യാണിനെ സന്തോഷത്തോടെ നോക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ അവർ നദീതീരത്ത് വന്ന് സ്വയം ക്ലീൻ ചെയ്യുകയാണ്. അവിടെ വെച്ച് തിയാൻ വെള്ളം ചോദിക്കുമ്പോൾ ഷുവാൻ പറയുകയാണ്, വെള്ളം കുടിച്ചില്ലെങ്കിൽ ചത്തൊന്നും പോകില്ല. നിനക്ക് അത്രക്ക് പേടിയാണെങ്കിൽ നീ സ്കൂളിലേക്ക് തിരിച്ചു പോയിക്കോളൂ. ഷുവാൻ പോയി കഴിയുമ്പോൾ തിയാൻ ഹാൻ്റെ അടുത്ത് പറയുകയാണ്, അല്ലെങ്കിൽ ഷുവാൻ നമ്മളോട് സൗമ്യമായ ഭാഷയിൽ സംസാരിക്കില്ല. അതിനുശേഷം അവർ ഇരുവരും കൂടി ഷുവാനെ കളിയാക്കി സംസാരിക്കുന്നു. ഷുവാനെ ഇത് അകലെ നിന്ന് കേൾക്കാമായിരുന്നു. അവനൊന്ന് തുറപ്പിച്ച് നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം നിങ്ങൾ ഫ്രഷേഴ്സ് വളരെ ബോറിംഗ് ആണ് എന്ന് പറഞ്ഞ് ഹാൻ അവിടെ നിന്ന് പോകുന്നു. ഈ സമയം ഹോജുവ തിയാന് കുടിക്കാൻ വെള്ളം കൊടുക്കുന്നു. തിയാൻ ഹോജുവാന്റെ അടുത്ത് പറയുകയാണ്, ഹാൻ ആ പെണ്ണിനെ കാണാൻ പോവുകയാണ്. പെണ്ണുങ്ങളുടെ മുമ്പിൽ എങ്ങനെയാണ് നടക്കേണ്ടതെന്ന് പോലും അവൻ അറിയില്ല. ഈ സമയം ഹാൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് കാണുന്നുണ്ട്. വളരെ വ്യത്യസ്തമായ രീതിയിലായിരുന്നു അവൻ നടന്നിരുന്നത്. എന്തിനോട് ഉപമിക്കണമെന്ന് ചോദിച്ചാൽ താറാവ് വെള്ളത്തിൽ നീന്തുന്നത് പോലെ. ഇപ്പോൾ എങ്ങനെയാണ് താൻ ആ ബോക്സിന്റെ ഉള്ളിൽ വന്നതെന്ന് ആ സ്ത്രീ യൂണറിന്റെ അടുത്തും യാണിന്റെ അടുത്തും പറയുകയാണ്. എൻ്റെ ഫാദർ പറഞ്ഞിട്ടാണ് ഞാൻ ആ ബോക്സിന്റെ ഉള്ളിൽ കയറിയത്. പിന്നെയാണ് അത് ചലിക്കാനും ദുർഗന്ധം വമിക്കാനും തുടങ്ങിയത്. ഞാൻ വിചാരിച്ചു ഞാൻ മരിച്ചു എന്ന്. ഉടനെ തന്നെ ഷുവ അവിടെ എത്തുന്നു. ഷുവ അവളുടെ അടുത്ത് പറയുന്നു, പേടിക്കേണ്ട, നീ എവിടെ നിന്നാണ് വരുന്നത്? ഈ ഒരു ചോദ്യത്തോടെ ഈ എപ്പിസോഡ് ഇവിടെ കഴിയുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.